ഇന്നൊരു 3G ദിവസമായിരുന്നു ഗൈസ്. ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ എന്ത് കഴിക്കുമെന്ന് ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കണത്. വീട്ടിലെ ഗ്യാസ് അടിച്ചു പോയിന്ന്. മൂട് പോയി. പിന്നെ ഞാൻ കഷ്ടിച്ച് അങ്ങോട്ടൊരു ഇംഗ്ലീഷ് ചായ അങ്ങോട്ട് വലിയ സുഖമൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ട ദസാ. ഭാഗ്യത്തിന് ഫ്രിഡ്ജിൽ ഫ്രോസൺ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അതൊന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ എയർ ഫ്രയറിലിട്ട് അതും കൂടെ സെറ്റാക്കിയിട്ട് റൂമിൽ കൊണ്ടുവന്ന് കഴിക്കാൻ വിചാരിച്ചു. കാരണം തീരെ വയ്യ ഗൈസ്. തീരെ എന്ന് പറഞ്ഞാൽ കണ്ടാൽ പറയില്ലെന്നുണ്ടെങ്കിലും ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്. തൊണ്ടയൊക്കെ അടഞ്ഞ് പനിയും ചുമയും എല്ലാ കോപ്പും കൂടെ ഒരുമിച്ച് വന്നാലുള്ളൊരവസ്ഥയാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. ഈ പനിയും മുടിയിലെ ജടക്കും കൂടെ ആയിട്ടുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. എൻ്റെ മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജട കെട്ടത്തേയില്ല, പക്ഷേ ഒന്ന് കിടന്നിട്ട് എണീക്കപ്പോഴേക്കും ഭയങ്കരമായിട്ട് മുടി കെട്ടി. ഇത് നിങ്ങൾക്കുണ്ടോ? എനിക്ക് എപ്പോഴൊക്കെ വയ്യാണ്ടാവുക അപ്പോഴൊക്കെ എൻ്റെ മുടിയും ആകെ സീൻ കൊണ്ടായിരിക്കും. പിന്നെ ഒന്നും നോക്കില്ല, പോയി കുളിച്ച്. ഇതെങ്ങനെ എൻ്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ തള്ള എന്നെ കൊല്ലും ഗൈസ്. പനി പിടിക്കുമ്പോൾ ആകെ അമ്മ പറയണ കാര്യം എന്ന് പറയുന്നത് കുളിക്കരുത് കേട്ടോ, നാളെ കുളിച്ചാൽ മതി എന്ന് പറയും. പക്ഷേ എനിക്ക് കുളിക്കാണ്ട് ഒരു സമാധാനം വരില്ല. കുളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഉഷാറ് കിട്ടും അല്ലേ? നിങ്ങൾ പറ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്? കുളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സുഖം കിട്ടും. അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല, പോയി കുളിച്ച് കുറച്ചൊന്ന് പുട്ടിയൊക്കെ ഇട്ട് ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടപ്പോഴേക്കും കുറച്ചും കൂടെ ഒന്ന് ഉഷാറ് തോന്നി. ഇപ്പം എന്നെ കണ്ടാൽ പറയുമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുരു ഉണ്ടെന്ന് കണ്ടാൽ പറയുമോ? ഒരു കുരുവും തോന്നി. ഈ ഒരു എനർജിയൊക്കെ ഒരു 15 മിനിറ്റ് മാക്സിമം നീണ്ടു നിന്നോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ചുരുണ്ട പോലെ ചുരുളിൻ്റെ ഇടയ്ക്കേണ്ട അവസ്ഥയിലായി. അങ്ങനെ ഗ്യാസും കോപ്പും എല്ലാം പോയി. ഇന്ന് രാത്രി എന്ത് കഴിക്കുമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരുന്നപ്പോഴാണ് അതാ കണ്ടൻ്റെ ഒരു മെസ്സേജ്. കുറച്ച് കഴിയുമ്പോഴേക്കും താഴോട്ട് ഇറങ്ങിയപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ എൻ്റെ മോനെ ലഡ്ഡു പൊട്ടിയിട്ട് അങ്ങനെ അതും കൂടെ കഴിച്ചു കിടന്നു കേട്ടോ.